ഈ എമ്പുരാന്റെ മൂന്നാമത്തെ ഭാഗം ഇവർ എടുക്കുന്നു എന്നറിഞ്ഞാൽ അന്ന് മുതൽ ഇന്ത്യയിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രവർത്തകരും അതിന്റെ നിർമ്മാണം തടയും. അത് തിയേറ്ററിൽ കളിക്കാൻ ഞങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. സെൻസർ ബോർഡിന് പറ്റിയൊരു വീഴ്ച കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് സെൻസർ ബോർഡ് രണ്ടാമത്തെ ഭാഗം. പക്ഷെ ഇത് എടുക്കുന്നവർക്കൊരു ഇതുണ്ടല്ലോ, എന്താ പറയാ, ഒരു മനസാക്ഷി ഉണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു പടം രണ്ടാം ഭാഗത്തിൽ എടുക്കാനുള്ള ധൈര്യം അവർക്കുണ്ടെങ്കിൽ അവർ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഭാഗം വരുന്ന 2-3 ദിവസം മുമ്പ് അതിന്റെ പ്രൊഡ്യൂസർ ആരോടും പത്രവാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഞങ്ങളത് എടുക്കാൻ അനുവദിക്കില്ല. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. ഞങ്ങള് എവിടെ പ്രക്ഷോഭങ്ങൾ നടത്തണോ അവിടെയെല്ലാം നടത്തും. സമൂഹത്തിന് ദോഷം ചെയ്യുന്ന രീതിയിൽ തീവ്രവാദ മനോഭാവത്തോടെ എടുക്കുന്ന പടങ്ങളൊക്കെ തീർച്ചയായും ഞങ്ങള് അതിനുവേണ്ടി ഞങ്ങൾ അത് നിർത്താനും നിർത്തലാക്കാനും അതിന്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ട ശിക്ഷ ലഭിക്കാനും വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. സോറി, എന്ത് കുറ്റം ചെയ്തിട്ട് നമ്മൾ സോറി എന്ന് പറഞ്ഞിട്ട് പോകും? അത് ശരിയല്ലല്ലോ. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ നമ്മുടെ മലയാളികളുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ പോലെയാണ് അങ്ങേര്. അപ്പൊ അങ്ങേരിൽ നിന്ന് ഒരു പടം ഇറങ്ങുമ്പോൾ ജനങ്ങൾ പലതും പ്രതീക്ഷിച്ചാണ് അവിടെ പോകുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള വിഷം തുപ്പുന്നതും അല്ലാതെ ഈ സമൂഹ വിരോധമായിട്ടുള്ള സിനിമകൾ എടുക്കുന്നതും അങ്ങേരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എമ്പുരാന്റെ വിഷയമൊക്കെ കത്തി നിൽക്കുവാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇനി സിനിമകൾ ചെയ്യാൻ പോകുന്ന ഫിലിം മേക്കേഴ്സ് സത്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് സിനിമ എന്നത് ഒരു കലാസൃഷ്ടിയാണ്. അതിലേക്ക് ഈ കച്ചവടം കയറി വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇവർ പലർക്ക് അടിമകളായി പല തീവ്രവാദ ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യക്കെതിരെയും ഇന്ത്യയിലുള്ള പ്രധാനമന്ത്രിക്കെതിരെയും ഇന്ത്യയിലുള്ള ഹോം മിനിസ്റ്റർക്കെതിരെയും ഇവർക്കൊരു പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നണിയിൽ ആരാണ്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് ഇവിടുത്തെ NIA പോലുള്ള ഏജൻസികൾ അത് കണ്ടുപിടിച്ച് അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് ഇതേപോലെ ഇനി ആരും ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെച്ചിരിക്കുകയാണ്. ആ ഭരണത്തിന് വേറെ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കുറ്റങ്ങൾ ആരോപിച്ചു കൊണ്ടുവന്ന് ജനങ്ങളുടെ മനസ്സിൽ വിഷം തുപ്പുന്ന, ജനങ്ങളുടെ മനസ്സിൽ തീവ്രവാദം തുപ്പുന്ന ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്നത് നിരോധിക്കണം. അതുപോലെ ഇനി ഈ എമ്പുരാൻ ഇവര് മൂന്നാമത്തെ ഭാഗം എടുക്കുന്ന പറയണേ. ഈ എമ്പുരാന്റെ മൂന്നാമത്തെ ഭാഗം ഇവര് എടുക്കുന്നു എന്നറിഞ്ഞാൽ അന്ന് മുതൽ ഇന്ത്യയിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രവർത്തകരും അതിന്റെ നിർമ്മാണം തടയും. അത് തിയേറ്ററിൽ കളിക്കാൻ ഞങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ഇവിടെ തീവ്രവാദ സിനിമകൾക്ക് പകരം നല്ല കലാസൃഷ്ടികൾ, നല്ല നടന്മാരുള്ള ഒരു ദേശമാണ് നമ്മുടെ കേരളം. ലെജൻസ് ആയിട്ടുള്ള എത്രയോ നടന്മാരുണ്ട്. അവരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല സിനിമകൾ എടുത്ത് നല്ല കലാസൃഷ്ടികൾക്ക് ഞങ്ങൾ എന്നും സപ്പോർട്ടായിരിക്കും. അല്ലാതെ ഇങ്ങനെ യുവ മനസ്സുകളെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ യുവ മനസ്സുകളെ നശിപ്പിക്കുന്നതുമായ ഒരുവിധ സിനിമകൾക്കും ഞങ്ങൾ അനുവദിക്കുന്നു.